വീട്ടിൽ കയറി ചൊറിഞ്ഞവന്റെ തറവാട്ടിൽ കയറി പണിതു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു RCBയുടെ. എന്തായാലും രാഹുൽ എന്തായാലും ഭാഗ്യമുണ്ട്. ആ 17ാമത്തെ ഓവറിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയത് എന്തായാലും രാഹുലിന്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. രാഹുൽ എന്തായാലും ബാംഗ്ലൂരിൽ വന്നു, അവിടെ ഒരു കുളമൊക്കെ വരച്ചു, പിന്നെ റൗണ്ടൊക്കെ വരച്ചു, കുളത്തിനകത്ത് ചാടി കുളം കര എന്ന് പറഞ്ഞ കുളത്തിലോട്ട് ചാടുന്നു, കുളത്തിലോട്ട് കയറുന്നു, പിന്നെയും കുളത്തിലോട്ട് ചാടുന്നു, അങ്ങനെ ചെറിയ കളികളൊക്കെ കളിച്ചു. എന്നാൽ ഈ മനുഷ്യന്റെ വിക്കറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതുപോലത്തെ ഒരു സൈക്കോ ആണ് വിരാട് കോഹ്ലി. എന്നാൽ രാഹുൽ നിനക്ക് വലിയ ഭാഗ്യമുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ മനുഷ്യന്റെ വിക്കറ്റ് എടുക്കാൻ നീ എന്തായാലും പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. ഇന്ന് കളി ജയിച്ചില്ലെങ്കിലും സാരമില്ല, എങ്ങനെങ്കിലും ഈ മനുഷ്യനെ അവസാനത്തെ ബോളിലെങ്കിലും അങ്ങ് കയറ്റി വിട്ടിരുന്നെങ്കിൽ എന്നുള്ള നിന്റെ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. എന്തായാലും വലിയ ആഘോഷങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന RCB ഫാനിന് വലിയൊരു ആഘോഷമൊന്നും കാണാൻ പറ്റിയില്ല. എല്ലാ ക്രെഡിറ്റും ഞാൻ ചമീരയ്ക്ക് കൊടുക്കുന്ന കേട്ടോ. നീ എന്തായാലും ചമീരെ പൂജിക്കണം, അല്ലെങ്കിൽ നീ ചമീരയ്ക്ക് ഒരു ട്രീറ്റെങ്കിലും കൊടുക്കണം രാഹുൽജി. ചമീര വന്ന ആ ഒരു വിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ നിന്റെ കാര്യം ഏകദേശം തീരുമാനമായിപ്പോലെ. നിന്നെ ലോകം മൊത്തം ട്രോളിക്കൊന്നേനെ. സൂപ്പർ ഒരു പെർഫോമൻസ് എന്നാലും RCB പിന്നെയും കാഴ്ചവെച്ചു. 6 കളിയിൽ അങ്ങനെ എവേയില് 6 കളി അടുപ്പിച്ച് അങ്ങനെ RCB ജയിച്ചിരിക്കുന്നു. കളിച്ച എല്ലാ കളിയിലും എവേയിൽ ജയിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ നല്ലൊരു പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയൊരു സ്കോറൊന്നും ഇല്ലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ രണ്ട് ടീമും അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. സ്റ്റിക്ക് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു. ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കറക്റ്റ് രീതിയിൽ ബാറ്റിൽ ഹിറ്റ് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ വളരെ മനോഹരമായി നല്ലൊരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് എന്തായാലും RCBയുടെ ഭാഗത്തു നിന്ന് കളിച്ചു എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്കോർ ആൾറെഡി അറിയാമായിരുന്നു. 162 എന്നൊരു സ്കോർ ഈസി ആയിട്ട് എടുക്കാനുള്ളതേ ഉള്ളായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ തന്നെ 26 റൺസിൽ 3 വിക്കറ്റ് പോകുന്നു. ബത്തേൽ അവിടെ ഔട്ടാവുന്നു. നല്ല ഫോമിലായിരുന്ന ദീപക് പടിക്കൽ അവിടെ ഔട്ടാവുന്നു. അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടിദാർ ആവശ്യമില്ലാത്ത ഒരു റണ്ണിന് വേണ്ടി ഓടി വിക്കറ്റ് കൊണ്ട് കളയെന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് എന്തായാലും ടീം പരാജയം മണത്തു എന്ന് പറഞ്ഞിരിക്കുന്നു RCB. എന്നാൽ കുർണൽ പാണ്ഡ്യ ഇന്നത്തെ ഹീറോ തന്നെയാന്ന് പറയേണ്ടിയിരിക്കുന്നു. കുർണൽ പാണ്ഡ്യയുടെ ഹീറോ. സൂപ്പർ ബോളിംഗ് എങ്കിൽ ബോളിംഗ്, ഫീൽഡിംഗ് എങ്കിൽ ഫീൽഡിങ്, ബാറ്റിംഗ് എങ്കിൽ ബാറ്റിങ്ങിൽ ഈ സീസൺ വലിയൊരു പെർഫോമൻസ് എന്നാലും ബാറ്റ് കൊണ്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട ഒരു കളിയിൽ വീട്ടിൽ കയറി പണിഞ്ഞവന്റെ വീട്ടിൽ ചെന്ന് തന്നെ എന്തായാലും പ്രതികാരം തീർത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. സൂപ്പർ ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യമേ നോക്കുവാണെങ്കിൽ കുർണൽ പാണ്ഡ്യ സ്ട്രഗിൾ ചെയ്തു. എല്ലാവരും വിചാരിച്ചു മിക്കവാറും കുർണൽ പാണ്ഡ്യയ്ക്ക് മാച്ച് കൊണ്ട് കളയും, തോൽപ്പിക്കുമെന്ന് നമ്മളെല്ലാം വിചാരിച്ചു. എന്നാൽ വിരാട് കോഹ്ലി കൊടുത്ത ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വല്ലാത്തൊരു കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലി അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. സ്ട്രഗിൾ ചെയ്തു എന്നാൽ നീ കുഴപ്പമില്ല, നീ നിന്റെ ഇന്നിങ്സ് കളിക്കുക, ലൂസ് ഓവർ വരും, അത് നിനക്ക് അടിച്ച് കളിക്കാന്ന് പറയുന്നു. എന്നാൽ ലൂസ് ഓവർ വരുന്നു. അവിടുന്ന് കുർണൽ പാണ്ഡ്യ എല്ലാത്തിനെയും അവിടുന്ന് പറക്കിയെടുത്ത് അടിക്കാൻ തുടങ്ങി. സൂപ്പർ നല്ല രീതിയിൽ മാച്ചിനെ കൊണ്ടുവന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് എന്നാലും കുർണൽ പാണ്ഡ്യ കാഴ്ചവെച്ചു. ഏകദേശം 47 ബോളിൽ നിന്ന് 73 റൺസ് എടുക്കുന്നു. 5 4 4 6 അടിച്ച സൂപ്പർ നല്ല പെർഫോമൻസ് എന്ന് പറയേണ്ടി. പിന്നെ വിരാട് കോഹ്ലി റൺ മിഷൻ, ചേസ് മാസ്റ്റർ, റിവെഞ്ച് മാസ്റ്റർ, എല്ലാത്തിൻ്റെ മാസ്റ്ററാണ്. സൂപ്പർ ഇന്നിങ്സ് കളിക്കുന്നു. സഞ്ജയ് മാഞ്ചേക്കർ നീ കാണുന്നുണ്ടല്ലോ അല്ലേ? നീ സ്ട്രൈക്ക് റേറ്റ് നോക്കിയിരുന്നോ? കണ്ടോ, RCB എന്തായാലും പോയിന്റ് ടേബിൾ ഒന്നാമതും എത്തി. പുള്ളി ഓറഞ്ച് ക്യാപ്പും വാങ്ങിച്ചു. നീ ഇങ്ങനെ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നീ സ്ട്രൈക്ക് റേറ്റ് നോക്കി, നിന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ നിക്ലസ് പൂരനെയൊക്കെ ഒന്നാമത് കൊണ്ട് വെച്ചേക്കുക സ്ട്രൈക്ക് റേറ്റിൽ. പുള്ളി എത്ര മാച്ച് ജയിപ്പിച്ചു, ഇന്നത്തെ കളിയിൽ മുമ്പേയോട്ട് തോറ്റു, നീ അറിഞ്ഞായിരുന്നോ? സ്ട്രൈക്ക് റേറ്റിലാണ് കാര്യം, റൺസിലല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് നീ പലരെ എടുത്ത് പൊക്കി വെച്ചേക്കുന്നു. വിരാട് കോഹ്ലിയെ നീ ഗവനിച്ച പോലുമില്ല. നീ കാണുന്നുണ്ടല്ലോ പെർഫോമൻസ്. 6 കളിയിൽ ഹാഫ് സെഞ്ചുറി എടുക്കുന്നു. ആ 6 കളിയിൽ ടീമിനെ വിജയിപ്പിക്കാനും ആയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലത്തെ സൂപ്പർ പെർഫോമൻസ് വിരാട് കോഹ്ലി കാഴ്ചവെച്ചു. സൂപ്പർ ഇന്നിങ്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുള്ളിക്ക് അറിയാം ഒരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് വന്ന് പുള്ളി കളിച്ചിട്ട് പോകുന്നു. സൂപ്പർ മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ലാസ്റ്റ് എന്തായാലും ആ ഒരു ഔട്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും നിരാശരായി പോയെന്ന് പറഞ്ഞിരിക്കുന്നു. ഡൽഹി ഫാൻസ് പോലും നിരാശരായ ഒരു അവസ്ഥയായിരുന്നു അത്. എല്ലാവരും മനസ്സിലായി കളി തോറ്റു, ഈ മനുഷ്യന് എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ എല്ലാവരും നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഒരു വിക്കറ്റ് എന്നാലും പോയി. സൂപ്പർ നല്ലൊരു ഇന്നിങ്സ് എന്നാലും വിരാട് കോഹ്ലി അവിടെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ടിം ഡേവിഡ് അപാര ഫോമിലാന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യൻ ഈ സീസണിൽ. സൂപ്പർ പെർഫോമൻസ്, നല്ല ഒരു ഫിനിഷർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ടിം ഡേവിഡിന് അറിയാം അവരുടെ വലിയേട്ടനായ മിച്ചൽ സ്റ്റാർക്ക് അവസാനത്തെ ഓവർ എറിയാൻ വരും. അതിനു മുമ്പ് പുള്ളിയും കാര്യം നടത്തിയിട്ട് പോയി. മിച്ചൽ സ്റ്റാർക്കിന് ഒരു അവസരം കൊടുത്തേയില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. അതുപോലെ ഇനി പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു മാജിക് വന്ന് കാണിച്ചാലോ മിച്ചൽ സ്റ്റാർക്ക്. അതിനു മുമ്പേ മുകേഷ് കുമാറിനെ എറിഞ്ഞ 19ാമത്തെ ഓവറിലെ 3ാമത്തെ ബോളിൽ പുള്ളി സംഭവം ഫിനിഷാക്കി ടീമിനെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഓവറിലേക്ക് കൊണ്ടുപോയതേ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ആ ദിനേശ് കാർത്തിക്കിന്റെ ഒക്കെ ഒരു വിടവുണ്ടല്ലോ, ടിം ഡേവിഡ് എന്നാലും ഈ പ്രാവശ്യം നികത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ സൂപ്പർ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ദേവത് പടിക്കൽ അല്ലെങ്കിൽ രജിത് പട്ടിദാർ അല്ലെങ്കിൽ കുർണൽ പാണ്ഡ്യ ആരെങ്കിലും
സാഹചര്യത്തിനും തുയരുന്നു, അവരുടെ ടീമിനെ വിജയിപ്പിക്കുന്ന ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു എന്ന് പറയേണ്ടി സൂപ്പർ മനോഹരം എന്ന് പറയേണ്ടി. പിന്നെ അക്ഷർ പട്ടേൽ, എല്ലാ ക്രെഡിറ്റും അക്ഷർ പട്ടേൽ നിനക്കുള്ളതാണ്. നീ മിച്ചൽ സ്ട്രാക്കിനെ എന്തായാലും അവസാനം വരെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചല്ലോ. ഇത്രയും നല്ലൊരു ബൗളർ ഉണ്ടായിട്ട് ഇപ്പൊ ഈ IPL നോക്കുമെങ്കിൽ ഏറ്റവും നല്ലൊരു ബൗളർ ആരും സംശയമില്ലാതെ പറയും അത് മിച്ചൽ സ്ട്രാക്കാണ്. എന്നാൽ നിനക്ക് എന്ത് ധൈര്യത്തിലാണോ മുകേഷ് കുമാറിനെ നീ 19ാമത്തെ ഓവറിൽ കൊടുത്തതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ രാഹുലും അക്ഷർ പട്ടേലുമായിട്ട് ഒരു സംസാരം നടക്കുന്നു. എനിക്ക് തോന്നുന്നില്ല രാഹുൽ അത്രമാത്രം കോൺഫിഡൻസ് ആയിരുന്നു മുകേഷിന് കൊടുക്കാൻ. രാഹുൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു സംസാരം നടക്കുന്നു, മുകേഷിന് കൊടുക്കണ്ട മിച്ചൽ സ്ട്രാക്കിന് കൊടുക്കാനായിരുന്നു എനിക്ക് തോന്നുന്നു രാഹുലും പറഞ്ഞത്. പക്ഷേ അതൊന്നും കേൾക്കാതെ തന്നെ ഇഷ്ടത്തിലാണ്ട് മുകേഷ് കുമാറിനെ പിടിച്ചോ കൊടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആദ്യത്തെ ബോള്, രണ്ടാമത്തെ ബോള്, മൂന്നാമത്തെ ബോള്, മാച്ച് കഥ. പിന്നെ ഇവര് നടരാജനെ ഇങ്ങനെ അടയിരുത്തിയേക്കുക, വെളിയിൽ ഇറക്കത്തില്ല. 10 കോടിക്ക് കൊണ്ടുവന്ന് അടയിരുത്താനാ, ഇങ്ങനെ ഷോക്കേസിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെക്കാനാ. അട വെച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറക്കി വിടുവോ, എല്ലാവരും ഒന്ന് കാണട്ടെ. പുള്ളി എന്നാലും 10 കോടിക്ക് ടീമിലോട്ട് കൊണ്ടുവന്നേ അല്ലയോ. പുള്ളി ഒന്ന് വേർക്കട്ടെന്നേ, ചുമ്മാ ഇരുന്ന് കാശ് കൊടുക്കാതെ. 10 കോടിയാ, പുള്ളി ഒന്ന് ഇറങ്ങി വന്ന് കളിക്കട്ടെന്നേ, ഒന്ന് വേർത്ത് ഒരു 4 ഓവറൊക്കെ ഒന്ന് എറിയട്ടെ, ഒരു അവസരം കൊടുക്ക്. മുകേഷ് കുമാറിനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന അടി കണ്ടില്ലായിരുന്നു. ചുമ്മാ എല്ലാ കളിയിലും ഇങ്ങനെ കൊണ്ടൊന്ന് അടിപ്പിക്കാതിരി മുകേഷ് കുമാറിനെ. ഒരു അവസരം നല്ല നടരാജനും കൂടെ കൊടുക്കുന്ന നിങ്ങൾ. എല്ലാ അടിയും കൂടെ മുകേഷ് കുമാറിനെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരി. ഒന്ന് ഇറക്കി വിട് നടരാജനെ, മുട്ട വിരിച്ച് കഴിഞ്ഞെങ്കിൽ, അടവെച്ച് കഴിഞ്ഞെങ്കിൽ. വളരെ മോശം ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ന് നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേലിന്റെ. കഴിഞ്ഞ കളിയൊക്കെ നിങ്ങൾ ഡുപ്ലസി ഇല്ലാതല്ലേ ജയിച്ചത്. ഇന്ന് പിന്നെയും ഡുപ്ലസി എടുത്ത് ടീമിലോട്ട് ഇട്ടത് വലിയ ആന മണ്ടത്തരമായി പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് ഡുപ്ലസിയും രാഹുൽജിയും കൂടെ നിന്നങ്ങ് തോൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു മാച്ചിനെ. രാഹുൽജി, ഇന്ന് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു കേട്ടോ ഇന്ന് മാച്ച് വിജയിപ്പിക്കേണ്ടത്. ആരുടെ അല്ലായിരുന്നു, അക്ഷർ പട്ടേലിന്റെ അല്ലായിരുന്നു, ഡുപ്ലസിയുടെ അല്ലായിരുന്നു, കരുൺ നായരുടെ അല്ലായിരുന്നു, മിച്ചൽ സ്ട്രാക്കിന്റെ അല്ലായിരുന്നു, നിന്റെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു കേട്ടോ. അതുപോലത്തെ ഷൈനിങ് ആയിരുന്നു നീ അവിടെ കിടന്ന് കാണിച്ച ബാംഗ്ലൂരിൽ. ആ കാണിച്ചതിന്റെ ഒരു പകുതിയെങ്കിലും ഇന്ന് കാണിച്ചുകൂടായിരുന്നു. ഇന്നെന്തായാലും തുഴഞ്ഞ് രാഹുൽജിയും ഡുപ്ലസിജിയും കൂടെ ഇതങ്ങ് തോൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്ന മത്സരത്തെ. രാഹുൽജി എടുക്കുന്ന 39 ബോളിൽ 41 റൺസ്, അതായത് 105 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ്, 3 4 അടിച്ചത്. രാഹുൽജി ഇന്ന് നല്ല പോലെ ഒന്ന് വള്ളംകളി കളിച്ചെന്ന് പറയേണ്ടി. ഡുപ്ലസിയുടെ കളി നോക്കിക്കേ, 100 റൺസിന് താഴെയാണ് സ്ട്രൈക്ക് റേറ്റ്. കളിയിലേ ഇല്ലായിരുന്നു പറയേണ്ടിയിരിക്കുന്നു, അത്രമാത്രം ഓഫായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റബ്സ് വരുന്നു, ഒരു നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 162 റൺസ് കൊണ്ടെത്തിയ സ്റ്റബിന്റെ ആ ഒരു പെർഫോമൻസ് എന്തായാലും സഹായിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 34 റൺസ് എടുക്കുന്നു, 18 ബോളിൽ 5 4 1 6 അടിക്കും. ഭുവനേശ്വർ കുമാർ ആദ്യത്തെ 2 ഓവർ റൺസ് വഴങ്ങിയെങ്കിലും അവസാനത്തെ 2 ഓവറിൽ 9 റൺസ് വിട്ടുകൊടുക്കുന്നു, 2 വിക്കറ്റ് എടുക്കുന്നു. സൂപ്പർ, നല്ല മനോഹരമായ ഒരു ബോളിംഗ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയെ പിടിച്ചു കെട്ടാൻ എന്തായാലും 17ാമത്തെ ഓവറിൽ 3 റൺസാണ് വിട്ടുകൊടുക്കുന്നത്, 2 വിക്കറ്റ് എടുക്കുന്നു. ഇമ്പോർട്ടന്റ് വിക്കറ്റ്, രാഹുലിന്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു, അശുതോഷിന്റെ വിക്കറ്റ് എടുക്കുന്നു. വളരെ നിർണായകമായ 2 വിക്കറ്റ് അവിടെ എടുക്കാൻ കഴിഞ്ഞു. ഭുവനേശ്വർ കുമാർ ആദ്യമേ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, അടി കൊണ്ടു. എന്നാൽ അവസാനത്തെ 2 ഓവറിൽ വെറും 9 റൺസാണ് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ RCBയുടെ സ്പിന്നർമാർ സുയാഷ് ശർമ്മയും കുർണൽ പാണ്ഡ്യയും. എക്കണോമി ഒന്ന് പരിശോധിച്ച്, സുയാഷ് ശർമ്മയുടെ 5.50യും കുർണൽ പാണ്ഡ്യയുടെ എക്കണോമി 7. സൂപ്പർ മനോഹരമായ ബോൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. ഉടനീളം കഴിഞ്ഞ കളിയിലായാലും ഈ കളിയിലൊക്കെ ആയാലും നല്ല രീതിയിൽ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അവരുടെ മാസ്റ്റർ ബോളർ ഹേസൽവുഡ്, ഒരു രക്ഷയില്ല, സൂപ്പർ പെർഫോമൻസ് പറഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഓവറിൽ റൺസ് വഴങ്ങിയെങ്കിലും സൂപ്പർ നല്ലൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ജോസ് ഹേസൽവുഡ് സൂപ്പർ, നല്ല ബോളിംഗ്. പിന്നെ ഡൽഹിയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ മുകേഷ് കുമാർ വലിയ രീതിയിൽ റൺ വഴങ്ങുന്നു, നല്ല എക്സ്പെൻസീവ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 51 റൺസാണ് വഴങ്ങുന്നത്, 14 റൺസിന്റെ എക്കണോമിയാണ്. ആ നടരാജനെ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് കളിപ്പിക്കാൻ നോക്കുക. മുകേഷ് കുമാറിനെ ഒന്ന് ബെഞ്ചിലിരുത്തി നടരാജന് ഒരു അവസരം കൊടുക്കുക. 10 കോടിക്കൊക്കെ കൊണ്ടുവന്നതല്ല, ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്തായാലും. അതുപോലെ തന്നെ ഇന്ന് കുൽദീപിനായാലും യുവരാജ് നിഗത്തിനായാലും വിക്കറ്റൊന്നും കിട്ടുന്നില്ല, അതിന്റെ അവിടെ കാണാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കൊണ്ട് കളയത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് വിരാട് കോഹ്ലിയും കുർണൽ പാണ്ഡ്യ അവിടെ കളിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ, നല്ല മനോഹരമായ ഒരു പെർഫോമൻസ് എന്തായാലും RCB കാഴ്ചവെക്കുന്നു. പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ RCB കുതിച്ച് ചാടി 1ാം സ്ഥാനത്തേക്ക് പോയി, ഡൽഹിയെ പിടിച്ച് 4ാം സ്ഥാനത്തിട്ടു. ഡൽഹിയുടെ ഇനി എന്തായാലും പ്ലേ ഓഫ് ഉറപ്പൊന്നും അല്ല, അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങൾ നല്ലൊരു പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കാൻ എന്തായാലും അക്ഷർ പട്ടേലും കൂട്ടർക്കും ആവട്ടെ. ഇന്ന് കാണിച്ച പോലെ മിസ്റ്റേക്കുകളൊന്നും കാണിക്കാതിരിക്കുക.